പൈലറ്റ് ഇല്ലാതെ സഞ്ചരിക്കുന്ന വിമാനത്തെ പോലും നിയന്ത്രിക്കണമെങ്കിൽ ഇന്റർനെറ്റ്, റഡാർ, കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ വേണം. ഇതിലേതെങ്കിലും ഒരു കാരണത്താൽ മനുഷ്യൻ നിയന്ത്രിച്ചു വെക്കുന്ന ആ ഒരു മെയിൻ കമ്പ്യൂട്ടർ മദർ സെർവറിനെങ്ങാനും അല്ലെങ്കിൽ സാറ്റലൈറ്റ് സംവിധാനങ്ങൾക്ക് ആകാശ ലോകത്തോ തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ യുദ്ധക്കപ്പലുകളോ യുദ്ധവിമാനങ്ങളോ നാളെ വർക്ക് ചെയ്യാൻ കഴിയൂല. അതാണ് അത്ഭുതം. ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ലോകച്ചാരും നാശം വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. മുത്തുനബി തങ്ങൾ പോലും സലാമിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന നബിയാണ്. പക്ഷേ അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന വിഷയം നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തരണം. ഇങ്ങനെയൊക്കെ സംഭവിക്കും നബിയെ, ഇങ്ങനെയാണ് കാര്യങ്ങൾ ആയിത്തീരുക. اللهم أنت السلام ومنك السلام تباركت ربنا يا ذا الجلال والإكرام. സമാധാനമേ, സമാധാനത്തിന്റെ ഉറവിടമേ, സമാധാനത്തിന്റെ ദാതാവേ അല്ലാഹുവേ. ഇങ്ങനെയാണ് ഹബീബ് അല്ലാഹുവിനെ വിളിക്കുന്നത്. എന്നാൽ മനുഷ്യനാൽ മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾ കൊണ്ട് ഇദാ ലഹറൽ ഫുഹ്ശു, വ്യഭിചാരം നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാടുകളിൽ സുലഭമായി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന് നാശമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. നമ്മുടെ വീടുകളിൽ, പരിസരങ്ങളിൽ, മഹല്ലുകളിൽ, നമ്മുടെ കൺമുമ്പിൽ വ്യഭിചാരം നടക്കുന്നുണ്ടെന്നറിഞ്ഞിട്ട് അതിനെതിരെ ഒരംശം പോലും, ഒരു വാക്ക് പോലും മിണ്ടാതെ, സ്ത്രീ സമുദായത്തിന്റെ അഭിമാനം ഹനിക്കപ്പെടുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ മൗനം പാലിക്കുന്നവരെയാണ് ദയ്യൂസ് എന്ന പദപ്രയോഗം അല്ലാഹുവിന്റെ റസൂൽ നടത്തിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിൽ അത്രയും വിഷയങ്ങൾ സംഭവിച്ചാൽ പിന്നെ എന്തിന് അല്ലാഹു ഈ ലോകം ബാക്കി വെക്കണം? പിന്നെ എന്തിന് ഈ ലോകം വേണം? പിന്നെ എന്തിന് രാവ് വേണം, പകല് വേണം? നിരന്തരമായ കൃത്യമായ ഒരു ഓർബിറ്റിലൂടെ ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും ചലിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹു മനുഷ്യർക്ക് വേണ്ടിയല്ലേ പടച്ചത്? മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയല്ലയോ? മുഅ്മിൻ അല്ലാഹു പറഞ്ഞ പോലെ ഇവിടെ ജീവിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് വേണം ഈ ലോകം? എന്തിനിതിനെ ബാക്കി വെക്കണം? അതാണ് ലോകത്തിന്റെ നാശമായി വരുന്നത്. അതാണ് അന്ത്യനാളിന്റെ ഭയാനകമായ അടയാളങ്ങളിലായി പരിലസിക്കുന്നത്, പരിണമിക്കുന്നത്. അല്ലാഹുവിന്റെ കാവൽ നമുക്ക് നൽകട്ടെ. സൈന്യം ഒത്തുകൂടുകയാണ് അവിടെ. ദാബഖിൽ, സിറിയയിൽ ക്യാമ്പ് ചെയ്ത സഖ്യസേനകൾക്കെതിരെയായിരിക്കും ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ വരുന്ന, മദീനയിൽ നിന്ന് വരുന്ന സംഘം പോരാടുന്നത്. അവര് സ്വഫായി നിൽക്കുമ്പോൾ ആ നടക്കുന്ന യുദ്ധം ഫേസ് ടു ഫേസ് യുദ്ധമാണ്. അതുകൊണ്ടാണ് ആ യുദ്ധത്തിൽ സംഭവിക്കാൻ പോകുന്ന യുദ്ധസൈന്യത്തിന്റെയും അവിടുത്തെ ചുറ്റുപാടുകളെയും സംബന്ധിച്ച് വിവരിക്കുമ്പോൾ 9,60,000 വരുന്ന സൈന്യമാണ് അവരിൽ ഉണ്ടാവുക. 9,60,000 ആളുകൾ. സൈന്യത്തിന്റെ എണ്ണം പറഞ്ഞു നബി തങ്ങൾ, സൈന്യത്തിന്റെ എണ്ണം പറഞ്ഞു എത്രയായിരിക്കും എണ്ണമെന്ന്. ഇത് വലിയൊരു അത്ഭുതമാണ്. നബിതങ്ങളുടെ കൂടെ മദീനയിൽ നിന്നും മക്കയിലേക്ക്, മക്ക വിജയത്തിന് വേണ്ടി നബിതങ്ങൾ കടന്നു വരുന്ന സ്വഹാബത്തിന്റെ എണ്ണം 10,000 ആയിരുന്നു. ആ 10,000 മൂസാ നബിയുടെ കിതാബ് പറഞ്ഞിട്ടുണ്ട്. മൂസ നബിയുടെ കിതാബ് തൗറാത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എന്ന അന്ത്യപ്രവാചകർ ലോകത്തേക്ക് വരുമ്പോൾ ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത് he came with 10,000 of saints. 10,000 പരിശുദ്ധാത്മാക്കളോടുകൂടെയാണ് വരുന്നത്. ഞാൻ ഓർക്കുകയാണ് മഹാനായ ശംസുൽ ഉലമ നവറല്ലാഹു മർഖദ ഇകെ അബൂബക്കർ മുസ്ലിയാർ എന്ന പണ്ഡിത ലോകത്തിന്റെ ജ്യോതിസ് ഈ സംഭവം പറയുമായിരുന്നു. മഹാനവറുകൾ സ്വഹാബത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ സെയിന്റ് എന്ന പദപ്രയോഗം പറഞ്ഞത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടത് ഓർക്കുന്നു. ആ സമയത്ത് മഹാനവറുകൾ അർത്ഥം വെക്കുന്നത് പരിശുദ്ധാത്മാക്കൾ എന്നാണ്. 10,000 പരിശുദ്ധാത്മാക്കളോടുകൂടെ. അത് ബൈബിളിന്റെ വചനമാണ്, ഓൾഡ് ടെസ്റ്റമെന്റിന്റെ വചനമാണത്. The Lord came on Sinai, shined on Seiri. He came forth from Mount Paran. He came with 10,000 of saints. നിബിധങ്ങൾ വരുന്നത് 10,000 പരിശുദ്ധാത്മാക്കളോടുകൂടെയാണ്. സ്വഹാബികൾ പരിശുദ്ധാത്മാക്കൾ അല്ലെങ്കിൽ ആരാണ് പിന്നെ ലോകത്ത് പരിശുദ്ധാത്മാക്കൾ? മുത്ത് റസൂലിനെ കണ്ടവർ, ഹബീബിന്റെ സദസ്സിലിരുന്നവർ, മുഅ്മിനീങ്ങളായ സ്വഹാബികൾക്ക് പരിശുദ്ധാത്മാക്കൾ
എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ ലോകത്ത് പിന്നെ ആർക്കാണത് കഴിയുക? മുത്തുനബിയുടെ കൂടെ വരുന്നത് 10,000 മൂസ നബിയോട് അല്ലാഹു പറഞ്ഞു. നമ്മുടെ റസൂൽ വരുന്നതിന്റെ 3000 കൊല്ലങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് ചരിത്രം പരിശോധിച്ചു നോക്കുക. മദീനയിൽ നിന്ന് മക്കയിലേക്ക് മക്ക വിജയത്തിന് വേണ്ടി നബി തങ്ങൾ മാർച്ച് ചെയ്യുമ്പോൾ എത്ര ആളുകളാണ് ഹബീബിന്റെ സ്വഹാബികളിൽ ഉണ്ടായിരുന്നത്? ചരിത്രം ഒന്ന് പഠിച്ചു നോക്കുക, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. കൃത്യമായിരുന്നു 10,000 10,000 സ്വഹാബികൾ കൃത്യമായിരുന്നു മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോ. ജാഅൽ ഹഖ് വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ. സത്യം പുലർന്നിരിക്കുന്നു, അസത്യം നാമാവശേഷമായിരിക്കുന്നു. അസത്യം ഒരിക്കലും ജയിക്കില്ല എന്ന് ഇസ്ലാമിന്റെ മുദ്രാവാക്യം വിളിച്ച് നബി തങ്ങളുടെ കൂടെ വന്ന സ്വഹാബികൾ 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് മൂസ നബിക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്ത ആ എണ്ണം കൃത്യമായിരുന്നു. ഇനി നബി തങ്ങൾ ഒരു കണക്ക് പറഞ്ഞു. നബി തങ്ങളെ കുറിച്ച് മൂസ നബി ഒരു കണക്ക് പറഞ്ഞു. അല്ലാഹു പറഞ്ഞത്, ഇനി നമ്മുടെ നബി 21-ാം നൂറ്റാണ്ടിലോ ഇതിനപ്പുറത്തോ നടക്കുന്ന അൽ മൽഹമത്തുൽ കുബ്ര എന്ന് പറയുന്ന ഏറ്റവും വലിയ മഹായുദ്ധത്തിൽ ഈ ഉമ്മത്തിന് എതിരായി വരുന്ന സൈന്യത്തിന്റെ എണ്ണം പറഞ്ഞു 9,60,000 പട്ടാളക്കാർ. അത് ഏത് കാലത്താണ് സംഭവിക്കുന്നതെങ്കിൽ അവർക്കത് കാണാനും ഈ ഹദീസിന്റെ പുലർച്ചയെ അനുഭവിക്കാനും അവർക്ക് അവസരമുണ്ടാകും. 9,60,000 നബി തങ്ങൾ പറഞ്ഞ കൃത്യമായ കണക്ക്. അങ്ങനെ അവർ സൈന്യം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിന് അണിനിരക്കുമ്പോൾ യൂറോപ്യൻ അമേരിക്കൻ പട്ടാളക്കാർ ഒരു കാര്യം പറയും, മുസ്ലിമീങ്ങളോട് പറയും, ഖല്ലൂ ബൈനനാ വബൈനല്ലദീന സുബൂ മിന്നാ നുഖാതിലുഹും. ഞങ്ങളുടെ നാട്ടുകാർ മുസ്ലിമീങ്ങളായി നിങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അവരെയാണ് കിട്ടേണ്ടത്. ആദ്യം അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം, അല്ലെങ്കിൽ ഇവിടെ യുദ്ധമാണ്. ഈ യുദ്ധം ആരംഭിക്കുന്നതിന്റെ ആദ്യത്തെ വാക്കതാണ് അവർ പറയാ. യുദ്ധം ആരംഭിക്കുമ്പോ ആ സമയം അറിയണം, യൂറോപ്യരും അമേരിക്കക്കാരുമായ പട്ടാളക്കാരും പൊതുജനങ്ങളും വലിയ ഒരു സംഘം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാകും. ഇന്ന് യൂറോപ്പിൽ ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിച്ചു വരുന്നതിന്റെ വലിയൊരു അത്ഭുതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് വാഗ്ദാനം ചെയ്ത വാഗ്ദാനം നടപ്പാക്കുകയാണ്. ഇവിടെ തച്ചുകൊല്ലുന്നു, പശുമാംസം തിന്നതിന്റെ പേരിൽ ചുട്ടുകൊല്ലുന്നു, മറ്റെന്തെങ്കിലും പേര് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കുന്നു മ്യാൻമറിലെ മുസ്ലിമീങ്ങളെ. ഇങ്ങനെയെല്ലാം ഈ ഉമ്മത്തിനെ ചവിട്ടി തേച്ച് കാണിക്കുമ്പോഴും അഭിമാനത്തോടുകൂടെ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂറോപ്യന്മാർ ഇസ്ലാമിലേക്ക് വരുന്നത്. അങ്ങനെ വലിയൊരു കൺവേർഷൻ ലോകത്ത് നടക്കും എന്ന് തന്നെയാണ് ഈ ഹദീസിന്റെ അർത്ഥം. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളിലേക്ക് വഴിമാറി വന്ന, നിങ്ങളിലേക്ക് മതം മാറി വന്ന ആ ആളുകളെ ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങൾക്ക് അവരെ തിരിച്ചു വേണം എന്ന് ആദ്യമായി പറയുമ്പോൾ ഇന്നമാഹും ഇഖ്വാനുനാ, അവർ മുസ്ലിമീങ്ങൾ പറയും, ലാ വല്ലാഹ്, ഒരിക്കലും സാധ്യമല്ല, ലാ നുഖല്ലി ബൈനകും വബൈന ഇഖ്വാനിനാ, അവർ ഞങ്ങളുടെ സഹോദരന്മാരാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അവർ മുസ്ലിമീങ്ങളാണ്, അവർ ഞങ്ങളുടെ സഹോദരന്മാരാണ്. ഞങ്ങളുടെ സഹോദരന്മാരെ ശത്രുക്കൾക്ക് വിട്ടുതരാൻ കഴിയില്ലെന്ന് മുസ്ലിമീങ്ങൾ അവിടെ വിളിച്ചു പറയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇനി വരാൻ പോകുന്ന ഒരു 10-20 കൊല്ലത്തിനിടക്ക് ഇസ്ലാം ലോകത്തെ ഏറ്റവും വലിയ മതമായി വരുമെന്ന് അവരുടെ സർവേകളിൽ തന്നെയാണ് പറയുന്നത്. നമ്മളൊക്കെ കാണുന്നുണ്ട് ഇതിന്റെ റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ എന്തെല്ലാം ഭരണക്രമങ്ങൾ മാറി മാറി വരട്ടെ, വരാതിരിക്കട്ടെ, ഇവിടത്തെ ആളുകൾ ഈ മതത്തെയും വിശ്വാസികളെയും എങ്ങനെയെല്ലാം ചവിട്ടി തേക്കുകയോ ക്രൂരത കാണിച്ച് ക്രൂര നൃത്തമാടുകയോ ചെയ്താലും ഇവിടെ അവസാനിക്കുകയല്ല. അള്ളാഹു ഇതിന് പകരം മറ്റൊരിടത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. ഇസ്ലാമിന്റെ അവസ്ഥ അങ്ങനെയാണ്. ഇതൊരിക്കലും അവസാനിക്കൂല. ഇതിനെ തൊട്ടാൽ അത് പാറും, ഇസ്ലാമിനെ ചവിട്ടിയാൽ അത് പൊങ്ങും.
ഇസ്ലാമിൽ ഒരാളെ വധിച്ചതിന്റെ പേരിൽ നമ്മൾ അറിയണം, ഫൈസൽ എന്ന് പറയുന്ന ഷഹീദ് ഫൈസലിനെ, കുടിഞ്ഞിക്കാരനായ മുസ്ലിമായ സഹോദരനെ അല്ലാഹു അവർക്ക് ഷഹീദിന്റെ കൂലി കൊടുത്തിട്ടുണ്ട്, കൂലി കൊടുത്തിരിക്കണം. നർജു ലാ നുസക്കി അലല്ലാഹി അഹദാ. ആ ഒരു മനുഷ്യൻ മുസ്ലിമായതിൽ വിദ്വേഷം വെച്ചതിന്റെ പേരിലാണ് മനുഷ്യത്വരാഹിത്യ പ്രവർത്തനത്തിന്റെ, മനുഷ്യരാഹിത്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി സമകാലത്ത്, നമ്മുടെ അടുത്ത കാലത്ത് ആ ഫൈസൽ എന്ന സഹോദരൻ ദാരുണമായി സുബഹി നേരത്തിന്റെ തൊട്ടു മുമ്പ് കൊല ചെയ്യപ്പെട്ടത്. എന്ത് സംഭവിച്ചു? സ്വന്തം പിതാവ് ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ, ആ പിതാവല്ലേ മദ്രസയിലെ മക്കള് റബീഉൽ അവ്വലിന്റെ പ്രസംഗവും പാട്ടും പറയുമ്പോ ഫൈസലിന്റെ പ്രിയപ്പെട്ട പിതാവാണ് മൈക്കിൽ വന്ന് തന്റെ മകനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞത്. ഇത് അല്ലാഹു ചെയ്യുന്ന തിരിച്ചടിയാണ്, ഇത് റബ്ബ് നൽകുന്ന തിരിച്ചടിയാണ്, മുസ്ലിമിന്റേതല്ല. ഇത് റബ്ബിന്റെ ഇടപെടലാണ്. ഒരാളെ നിങ്ങൾ കൊണ്ടുപോയി, പക്ഷേ 8 ആളുകളെയാണ് അല്ലാഹു ഈ ദീനിലേക്ക് കൊണ്ടുവന്നത്. 8 ആളുകൾ. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്, ഇത് കുട്ടിക്കളിയല്ല, ഇസ്ലാം മനുഷ്യരുണ്ടാക്കിയ കളിയല്ല. മുസ്ലിമീങ്ങൾ മുഴുവനും അങ്ങ് ഇസ്ലാം വേണ്ടെന്ന് വെച്ചാൽ പോലും ഖിയാമത്ത് നാൾ വരെ ഈ ദീനിനെ അല്ലാഹു സംരക്ഷിക്കുക തന്നെ ചെയ്യും. നമ്മൾ ആരെ കണ്ടുകൊണ്ടുമല്ല അല്ലാഹു ഈ ദീനിനെ ഇറക്കിയത്. നമ്മൾ ആരും ഈ മതമനുസരിച്ച് ജീവിക്കില്ല എന്ന് വിചാരിക്കുക. നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും തോന്നിവാസികളായി ജീവിക്കാമെന്ന് തീരുമാനിച്ചെന്നിരിക്കുക. എന്നാലും ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ മതത്തെ ഇറക്കിയത് ഞാനാണ്, ഞാനിതിനെ സംരക്ഷിക്കും എന്ന അല്ലാഹുവിന്റെ വാക്ക് അവിടെ കിടക്കുകയാണ്. അത് അല്ലാഹു ചെയ്യും. അതുകൊണ്ടാണ് യൂറോപ്പിലും അമേരിക്കക്കാരിലും വലിയ ഒരു വിഭാഗം മുസ്ലിമീങ്ങളോട് അനുഭാവമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. അവർക്കറിയാം ഈ തീവ്രവാദ സംഘടനകളെ പടച്ചുവിട്ടത് മുസ്ലിം തലകളിൽ നിന്നല്ല, ജൂത സയനിസ്റ്റ് തലകളിൽ നിന്നാണ്. ജൂതന്മാർ പടച്ചുണ്ടാക്കിയതാണ്. ഐസിൽ എന്ന് പ്രമുഖ മാധ്യമങ്ങൾ, കേരളത്തിലെ തന്നെ മലയാള ചാനലുകളടക്കം അവരുടെ പ്രോഗ്രാമുകളിൽ പച്ചയായി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഐസിൽ ഉണ്ടാക്കിയത്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കിയത് മുസ്ലിമീങ്ങളല്ല, ജൂതന്മാരും ഇസ്രയേലിന്റെ പണിയാണതെന്ന് അമേരിക്കയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭടന്മാരിൽ ചില ആളുകൾ തുറന്നു പറയുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. ഇതൊരു മുസ്ലിം പറയുമ്പോൾ അവർ പറയും, കണ്ടില്ലേ മണ്ടത്തരം പറയുന്നു എന്ന്. ഒരു മുസ്ലിം പറഞ്ഞാൽ പറയും വിവരക്കേട് വിളിച്ചു പറയുന്നു എന്ന്. എന്നാൽ ഒരു മുസ്ലിം അല്ലാത്ത സഹോദരൻ, ജൂത സൈന്യത്തിൽ പണിയെടുത്ത് പരിചയമുള്ള ആൾ, ഇതുപോലെയുള്ള ബഗ്ദാദിക്കും കൂടെയുള്ള ഐസിലിന്റെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ ആളുകൾക്കും വർഷങ്ങളോളം തീറ്റിപ്പോറ്റി കാശ് കൊടുത്ത് അവരെ തീറ്റുപോറ്റിയിട്ടാണ് മുസ്ലിം രാജ്യങ്ങളിൽ അവരെ അറുകൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്ലാമിന് ബന്ധമില്ലെന്ന് ബുദ്ധിയുള്ളവർക്കറിയാം. ഇതിന് ഇസ്ലാമുമായി പുലബന്ധം പോലുമില്ലെന്ന് ഈ ദീൻ മനസ്സിലാക്കിയവർക്കറിയാം, ഇസ്ലാം പഠിക്കുന്നവർക്കറിയാം. അത് അമേരിക്കൻ യൂറോപ്യൻ നാടുകളിൽ ഇസ്ലാമിലേക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറയുന്ന അമേരിക്കയിലെ പ്രമുഖ വ്യവസായ സ്ഥാപന കെട്ടിടത്തിനെതിരെ ഒരു ഫ്ലൈറ്റ് വന്ന് തകർത്തിട്ട് ആ കെട്ടിടം തകർന്നിടഞ്ഞതിന്റെ പേരിൽ, അത് ആരുടെ പേരിൽ കെട്ടിവെച്ചാലും ഒരു മുസ്ലിമിന് ഇസ്ലാമിന്റെ പേരിൽ ഇത് ചെയ്യാൻ കഴിയില്ലെന്ന് ഇസ്ലാമിനെ പഠിക്കുന്ന യൂറോപ്യന്മാർക്കറിയാം. ആ സംഭവത്തിന് ശേഷം ആളുകൾ ഇസ്ലാം എന്ന് പോയതാണോ? കൂട്ടം കൂട്ടമായി വരികയല്ലേ ചെയ്തത്? എണ്ണം ഇന്നും കൂടുകയാണ്. മുത്തുനബി തങ്ങളുടെ പരിശുദ്ധമായ മുഖം വിവർണമാക്കാൻ, വികൃതമാക്കാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ഇമേജ് തകർക്കാൻ വേണ്ടി ഡെൻമാർക്കുകാരൻ ഒരു കാരിക്കേച്ചർ, ഒരു കാർട്ടൂൺ വരച്ചപ്പോഴാണ് ഡെൻമാർക്കുകാരൻ കണ്ണു തുറന്നത്. ലോക മുസ്ലിമീങ്ങൾ ഈ ഒരു മനുഷ്യന്റെ, ഒരു മഹാപുണ്യാത്മാവിന്റെ ഒരു വര വരച്ചതിന്റെ പേരിൽ ഇത്രക്ക് ദേഷ്യപ്പെടാൻ മാത്രം ഇവരാരാണ്? അവരെ പഠിച്ചു ഹബീബിനെ കുറിച്ച്. എന്റെ പ്രിയങ്കരന, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ VC കൂടിയായ ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദവി ഫൈലി ഉസ്താദ്. മഹാനവറുകൾ ആർജവമുള്ള ഒരു പണ്ഡിതനാണ്. മഹാനവറുകൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഡെൻമാർക്കിൽ പോയിരുന്നു ഉസ്താദ്. ഒരു പരിപാടിയിൽ ദുബൈയിൽ വെച്ച് പറഞ്ഞു, ഡെൻമാർക്കിൽ പോയിരുന്നു ഉസ്താദ്. ഈ അടുത്ത ഒരു മാസം ചില്ലറയായിട്ടുള്ളൂ. ഡെൻമാർക്കിൽ ചെന്നിരുന്നു. അവിടുത്തെ ആളുകളോട് ചോദിച്ചു, എന്താണ് ആ കാർട്ടൂൺ, വിവാദ കാർട്ടൂണിന് ശേഷം ഡെൻമാർക്കിന്റെ സ്ഥിതി എന്താണ്? ആ നാട്ടുകാർ പറഞ്ഞത്, ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി ഒഴുകുകയാണ്. ഡെൻമാർക്കിന്റെ നഗരങ്ങളിൽ മുസ്ലിം പള്ളികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. വാങ്കുലികൾ കേൾക്കൽ സുലഭമായി കഴിഞ്ഞു. ആളുകൾ ഒഴുകുകയാണ്.
എന്തേ സംഭവിച്ചത്? ഒന്ന് ചവിട്ടി കൊല്ലാൻ നോക്കുമ്പോൾ 1000 ജീവനുമായി ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇത് അല്ലാഹുവിന്റെ ദീനാണ്, ഇത് മനുഷ്യനുണ്ടാക്കിയതല്ല, ഇത് മനുഷ്യൻ പടച്ചതല്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഈ ദീനിലേക്ക് യൂറോപ്യൻ നാടുകളിൽ നിന്ന്, അമേരിക്കക്കാരിൽ നിന്ന്, വെസ്റ്റേൺസിൽ നിന്ന് ഒരുപാട് ആളുകൾ പേര് മാറാതെ മുസ്ലിമായവരുണ്ട്, ഇസ്ലാം സ്വീകരിച്ചവർ. ഞാൻ അറിയുന്ന എന്റെ വ്യക്തിബന്ധമുള്ള യൂറോപ്യൻസ് ഉണ്ട്, ഞാൻ അറിയുന്നവർ പേര് മാറ്റിയില്ല. അവർ തറാവീഹിന് പോകുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, അവർ നോമ്പെടുക്കുന്നുണ്ട്, മുസ്ലിമീങ്ങളാണ്. പക്ഷെ അവരവരുടെ ബ്രിട്ടീഷ് പേര് ആ ഒരു ഇംഗ്ലീഷ് ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ. എന്നാലും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ഇത് അല്ലാഹുവിന്റെ ദീനിന് അല്ലാഹു വെളിച്ചത്ത് കൊണ്ടുവരും എന്ന പ്രഖ്യാപനത്തിന്റെ പുലർച്ചയാണ്. ആ മൽഹമത്തുൽ കുബ്ര എന്ന ഏറ്റവും വലിയ യുദ്ധം നടക്കുമ്പോൾ 9,60,000 വരുന്ന സൈന്യത്തോട് മുസ്ലിം സൈന്യം പടപൊരുതാൻ പോകുമ്പോൾ അവര് ആദ്യമായി അപേക്ഷിക്കുന്ന, ആദ്യമായി ചോദിക്കുന്ന അവകാശം, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അമേരിക്കക്കാരും ഇംഗ്ലീഷുകാരും യൂറോപ്യരുമായ ഞങ്ങളുടെ നാട്ടുകാർ നിങ്ങളിലേക്ക് ചേക്കേറിയിട്ടുണ്ട്, അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം. തരില്ല, ഞങ്ങൾ തരില്ല, അവര് ഞങ്ങളുടെ സഹോദരന്മാരാണ്, അവര് ഞങ്ങളുടെ സഹോദരന്മാരാണ്. ആ മറുപടിക്ക് പിറകെയാണ്, ആ മറുപടിക്ക് പിറകെയാണ് ഫയുഖാതിലൂനഹും, അവിടെ അവര് ഘോരമായ യുദ്ധം നടക്കും. അതാണ് അൽ മൽഹമത്തുൽ കുബ്ര. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു യുദ്ധമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അൽ മൽഹമത്തുൽ കുബ്ര എന്നാണ് ഇതിനെ ഹദീസ് പണ്ഡിതന്മാർ പേരിട്ട് വിളിക്കുന്നത്. ഫയൻഹസിമു സുലുസുൽ ജൈഷി ലാ യതൂബുല്ലാഹു അലൈഹിം അബദാ. സൈന്യത്തിന്റെ 1/3 വിഭാഗം ആളുകൾ പിന്തിരിഞ്ഞോടും, അവരുടെ തൗബ അല്ലാഹു ഒരിക്കലും സ്വീകരിക്കുകയില്ല. പിന്തിരിഞ്ഞോടുന്നവരുണ്ട്. കപടവിശ്വാസികളായ ചില ആളുകൾ ഈ മുസ്ലിം സൈന്യത്തിന്റെ കൂടെ കൂടിയിട്ടുണ്ടായിരിക്കും എന്നാണ് ഇതിനർത്ഥം. അവർ കപടവിശ്വാസികളാണ്, അവർ മുസ്ലിമീങ്ങളല്ല, അവര് പിന്തിരിഞ്ഞോടും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വയുഖ്തലു സുലുസുഹും, മുസ്ലിം സൈന്യത്തിന്റെ 1/3 അവിടെ വധിക്കപ്പെടും. അഫ്ളലുശ് ശുഹദാഇ ഇൻദല്ലാഹ്, നാളെ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല ശുഹദാക്കൾ, ശ്രേഷ്ഠന്മാരായ രക്തസാക്ഷികൾ അവരായിരിക്കും. വയബ്ഖാ സുലുസുൻ, 1/3 വിഭാഗം ആളുകൾ അവിടെ ബാക്കിയാവും. ഫയഫ്തഹുല്ലാഹു ലഹു, ആ 1/3 സൈന്യമാണ് 9,60,000 വരുന്ന പട്ടാളക്കാരോട് പോരാടി ജയിക്കുക. ലാ യുഫ്തനൂന അബദാ, അവർക്കൊരിക്കലും ഒരു പ്രയാസവും സംഭവിക്കുകയില്ല, ഒരു പരീക്ഷണവും അവർക്ക് ഏൽക്കുകയില്ല, ഒരു ദുരന്തവും അവർക്ക് വരികയില്ല. അവർ ഏറ്റവും നല്ല സജ്ജനങ്ങളാണ് ആ സൈന്യത്തിലെ ആ ശേഷിക്കുന്ന 1/3 എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹാജത് റീഹുൻ ഹംറാഉ ബിൽ കൂഫ, അന്ന് കൂഫയിൽ ഒരു ചെമന്ന കാറ്റടിച്ചു, ഒരു ചുവന്ന കാറ്റ്. കൂഫയിലാണ് ചുവന്ന കാറ്റടിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂഫയിൽ ഒരുപാട് താമസിച്ചിട്ടുണ്ട്, ഇറാഖിലാണ് കൂഫ. അന്നൊരാൾ ഓടി വന്ന് പറഞ്ഞു, യാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദേ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദേ, ഖിയാമത്ത് നാൾ വന്നല്ലോ, ഖിയാമത്ത് നാൾ വന്നല്ലോ എന്ന് തലയിൽ കൈവച്ച് ഓടി വന്നു ഒരാൾ. ചെമന്ന കാറ്റടിക്കാൻ തുടങ്ങി. കൂഫയിലൊന്നാകെ ആളുകൾ പേടിച്ചുപോയി. അപ്പോഴാണ് സ്വഹാബികളിലെ പണ്ഡിതന്മാരിൽ പ്രഗത്ഭനായ പണ്ഡിതനാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി. മഹാനവറുകൾ എഴുന്നേറ്റിരുന്നു. ഒരു പണ്ഡിതന്റെ ധർമ്മം അങ്ങനെയാണ്. ഒരു പണ്ഡിതൻ ഒരു വിഷയം വരുമ്പോൾ അത് പഠിക്കും, അത് മനസ്സിലാക്കിയിട്ട് വിവരം പറയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചാരിയിരിക്കുകയാണ്. നേരെ ഇരുന്നിട്ട് പറഞ്ഞു, ലാ, ഇത് ഖിയാമത്ത് നാളല്ല, ഇത് ഖിയാമത്ത് നാളല്ല. മഹാനവറുകൾ ഷാമിന്റെ ഭാഗത്തേക്ക് കൈചൂണ്ടി, സിറിയയുടെ ഭാഗത്തേക്ക് കൈചൂണ്ടി. അദൂൻ യജ്മഊന ലി അഹ്ലിൽ ഇസ്ലാം, മുസ്ലിമീങ്ങളോട് ഒരുമിച്ച് യുദ്ധം ചെയ്യാൻ വരുന്ന ഒരു ശത്രു സൈന്യം അവിടെ സിറിയയിൽ വരാനുണ്ട്. ആ സമയത്ത് മുസ്ലിമീങ്ങൾ അവരെ പറയും, ഇന്ന് ജയിച്ചല്ലാതെ നമ്മൾ വരികയില്ല എന്നവർ പറയും. ഫയസ്തരിത്തുൽ മുസ്ലിമൂന ശർതതൽ ലിൽ മൗതി ലാ തർജിഉ ഇല്ലാ ഗാലിബ, ഇന്ന് നമ്മൾ ജയിക്കും എന്നവർ ശപഥം ചെയ്യും. പക്ഷെ അവർ ജയിക്കൂല.
രണ്ടാം ദിവസമായി ജയിക്കുന്നില്ല. മൂന്നാം ദിവസമായി മുസ്ലിമീങ്ങൾ പറയും ഞങ്ങൾ ജയിക്കും, ജയിച്ചില്ല. നാലാമത്തെ ദിവസം ലോകത്തുള്ള എല്ലാ സത്യവിശ്വാസികളും അവരുമായി കൂടിച്ചേരുകയാണ്. എന്നിട്ട് നാലാമത്തെ ദിവസമാകുമ്പോൾ അല്ലാഹു അവരെ നശിപ്പിക്കുകയാണ് ഉണ്ടാവുക. ആ യൂറോപ്യൻ അമേരിക്കൻ സൈന്യത്തെ, റോമൻ എന്നാണ് ആ വാക്ക് ഹദീസിലുള്ളത്, റോമൻ സൈന്യത്തെ അല്ലാഹു നശിപ്പിക്കും. അങ്ങനെ ഒരു പിതാവിന്റെ മക്കൾ, ഒരു കുടുംബത്തിൽ 100ഓളം അംഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആ 100ൽ 99 മക്കളും കുടുംബക്കാരും മൂത്താപ്പയുടെ എളാപ്പയുടെ മക്കളായി ഒരുപാട് വലിയ വലിയ കബീലകൾ നോക്കുമ്പോൾ 99 കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരാളാണ് ബാക്കിയുള്ളത്. അങ്ങനെ ചെറിയൊരു ന്യൂനപക്ഷം ബാക്കിയാവും. അവരെ യുദ്ധമുഖത്ത് നിന്ന് സമ്പത്തുകളും ഗനീമത്തുകളും ഒരുമിച്ച് കൂട്ടുന്ന നേരത്താണ് ഒരാൾ വന്ന് ഉറക്കെ വിളിച്ചു പറയും, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? മസീഹുദ് ദജ്ജാൽ നിങ്ങളുടെ മക്കളെ പഴപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് അവിടുന്ന് വിളിച്ചു പറയുമ്പോൾ കുടുംബമോ നഷ്ടപ്പെട്ടു, കൂട്ടുകാരുമില്ല, നാട്ടുകാരുമില്ല, ബന്ധുക്കളുമില്ല. ഒരു കുടുംബത്തിൽ ഒരാൾ, 100 ആൾ ഉണ്ടായിരുന്നിടത്ത് ഒരാൾ. അവര് പറയും എന്ത് സമ്പത്ത്, ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മസീഹുദ് ദജ്ജാൽ വന്നിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ അവരോടുകയാണ് 10 കുതിരസവാരിക്കാരായ നല്ല മുന്തിയ കുതിരകളിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന 10 പേർ മസീഹുദ് ദജ്ജാലിനെ പോരാടാൻ വേണ്ടി മസീഹുദ് ദജ്ജാൽ വന്നു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ യുദ്ധമുഖത്ത് നിന്നും ഓടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖാലൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നി ലഅലമു അസ്മാഅഹും, ആ പോകുന്ന 10 പേരുടെ പേര് എനിക്കറിയാം, വഅസ്മാ ആബാഇഹിം, അവരുടെ ഉപ്പമാരുടെ പേരും അപ്പമാരുടെ പേരും എനിക്കറിയാം, വഅൽവാന ഖുയൂലിഹിം, അവരുടെ കുതിരകളുടെ നിറവും എനിക്കറിയാം എന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. هو خير فوارس على ظهر الارض يومئذ, അന്ന് ഭൂമിയിൽ നിലവിലുള്ള ഏറ്റവും നല്ല കുതിരസവാരിക്കാരും യോദ്ധാക്കളുമാണ് അവരെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൈന്യൂട്ട് ഡീറ്റെയിലുകൾ വരെ പറഞ്ഞിട്ടുണ്ട്. ചെറിയ സങ്കീർണമായ വിവരണങ്ങൾ വരെ. കുതിരകളുടെ നിറവും പോകുന്ന 10 ആളിന്റെ പേരും അവരുടെ പിതാവിന്റെ പേരും കുടുംബവും എനിക്കറിയാമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഇത് ഇമാം മഹ്ദി വരുന്ന കാലത്ത് അല്ലാഹു നൽകുന്ന വിജയമാണ്. ഇത് ഇമാം മഹദിയുടെ കാലത്ത് ഈ ഉമ്മത്തിന് അല്ലാഹു നൽകുന്ന വിജയമാണ്. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തതിന്റെ ശേഷം ഹർമജദൂൻ യുദ്ധവും അൽ മൽഹമത്തുൽ കുബ്ര എന്ന് പറയുന്ന മദീനൻ സൈന്യവുമായി റോമൻ സൈന്യത്തോട് പടപൊരുതുന്ന ഈ സിറിയയിലെ അലപ്പോ നഗരത്തിന്റെ പരിസരത്ത് വെച്ച് നടക്കുന്ന അൽ മൽഹമത്തുൽ കുബ്ര എന്ന ഏറ്റവും വലിയ യുദ്ധത്തിലും വിജയം മുസ്ലിമീങ്ങൾക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ തന്നെ. നബി തങ്ങൾ ചോദിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഒരു നഗരം കേട്ടിട്ടുണ്ടോ? ജാനിബും മിൻഹാ ഫിൽ ബർരി വജാനിബും മിൻഹാ ഫിൽ ബഹരി, ആ നാടിന്റെ ഒരു ഭാഗം കരയാണ്, ഒരു ഭാഗം കടലിലാണ്. അങ്ങനത്തെ ഒരു നഗരം, ഒരു നാട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചാണ് ഈ പറയുന്നത്. തുർക്കിയിൽ പോയ ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഇസ്തംബൂൾ നാടിനെ കുറിച്ചാണ്, നഗരത്തെ കുറിച്ചാണ് നബി തങ്ങളെ ചോദിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ തുർക്കി പോയവരുണ്ട്, കൈവക്കിയുടെ തുർക്കി പോയവരുണ്ടെങ്കിൽ, തുർക്കി സന്ദർശിച്ചവരുണ്ടോ? ഒരാൾ. കടലിലേക്ക് തള്ളി നിൽക്കുന്ന പ്രദേശമാണത്. കടലിൽ വലിയൊരു ഭാഗം ആ നഗരത്തിൻ്റെതായുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നോക്കുക, തുർക്കി നബി തങ്ങൾ കണ്ടിട്ടില്ല. അതാണ് അത്ഭുതം. നബി തങ്ങൾ തുർക്കിയിൽ പോയിട്ടില്ല. പക്ഷേ തുർക്കിയുടെ ബോർഡറിൽ വെച്ച് ഷഹീദാകുന്ന ഒരു സ്വഹാബി ഉണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
8ഓളം സ്വഹാബിമാരുള്ള അക്കൂട്ടത്തിൽ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു ഏതൊരു സ്വഹാബിയാണോ മദീനയിലേക്ക് നബി തങ്ങൾ വന്നപ്പോൾ ഹബീബിന് കിടന്നുറങ്ങാൻ, ഹബീബിനെ താമസിക്കാൻ ആദ്യ ദിവസം വീടൊരുക്കി കൊടുത്തത് ആ സ്വഹാബി മഹാനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അടക്കമുള്ള 8ഓളം സ്വഹാബിമാർ ഉള്ളിടത്താണ് തങ്ങൾ പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ, അതായത് തുർക്കിയുടെ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വാതിലിക്കൽ വെച്ച്, നഗരത്തിന്റെ വാതിലിക്കൽ വെച്ച് നിങ്ങളിൽ ഒരാൾ അവിടെയാണ് മറവ് ചെയ്യപ്പെടുക. പറഞ്ഞ പോലെ തുർക്കിയിലേക്ക് പോകുന്ന ഒരു സൈന്യത്തിൽ 90 കഴിഞ്ഞ സ്വഹാബിയാണെന്ന് മഹാനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. 90 കഴിഞ്ഞു. എന്നിട്ട് പോകുന്ന കൂട്ടത്തിൽ പറഞ്ഞു, സ്വഹാബികളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനടക്കമുള്ള ആളുകളോട് നബി തങ്ങൾ ഇങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഒരാൾ കോൺസ്റ്റാന്റിനോപ്പിളിലായിരിക്കും മരിക്കുക എന്ന്. എന്റെ കൂട്ടത്തിലുള്ള 7 പേരും മരിച്ചു കഴിഞ്ഞു, അവരാരും ഇങ്ങോട്ട് വന്നില്ല. അതിൽ 8ാമനായി ഞാനാണുള്ളത്. ഞാനെങ്ങാനും മരിക്കുകയാണെങ്കിൽ എന്നെ നിങ്ങൾ ഈ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ആ ബോർഡറിൽ തന്നെ മറവ് ചെയ്തേക്കണം. നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ എന്റെ ചുറ്റുവട്ടത്തും വിശ്വാസികളില്ലാതെ ഞാൻ ഒറ്റക്ക് മുസ്ലിമായി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് തൽബിയത്ത് ചൊല്ലിയിട്ടായിരിക്കും നാളെ ഞാൻ പുനർജന്മം നൽകപ്പെടുന്നത്. അങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ അവിടെ തന്നെ മറവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഹബീബായ നബി തങ്ങൾക്ക് കിടന്നുറങ്ങാൻ വീടൊരുക്കിയ ആ സ്വഹാബി ഇന്ന് അന്ത്യവിഷമം കൊള്ളുന്നത് തുർക്കിയിലാണ്. ഹബീബിന്റെ വാക്ക് പുലർന്നതാണത്. അതാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ഓരോ ഹദീസ് കേൾക്കുമ്പോഴും വെറുതെ വിടരുത്. അത് ഹദീസല്ലേ, പറയരുത് ഇത് ലോകത്തിന്റെ ഗുരു, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതങ്ങനെ നമുക്ക് പറയാൻ വന്ന അള്ളാന്റെ ദൂതരല്ലേ മുഹമ്മദ് റസൂലുള്ളാഹ്. ഹബീബ് തങ്ങൾ ചോദിക്കുകയാണ്, സമിഅതും ബിമദീന, നിങ്ങൾ ഒരു നഗരം കേട്ടിട്ടുണ്ടോ? ജാനിബും മിൻഹാ ഫിൽ ബർ വജാനിബും മിൻഹാ ഫിൽ ബഹർ, ഒരു ഭാഗം കരയിലും ഒരു ഭാഗം കടലിലുമുള്ള ഒരു നഗരം. നഅം യാ റസൂലല്ലാഹ്, ഞങ്ങൾ കേട്ടിട്ടുണ്ട് നബിയേ. ഹബീബ് പറയുന്നു, ലാ തഖൂമുസ് സാഅ ഹത്താ യഗ്സുഹാ 70000 മിൻ ബനി ഇസ്ഹാഖ്. ബനു ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ നിന്ന് വരുന്ന 70,000 ആളുകൾ ആ തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിളിനോട്, ഇസ്തംബൂളിനോട് യുദ്ധം ചെയ്യുന്ന സമയം വരേക്കും ലോകാവസാനം സംഭവിക്കുകയില്ല കേട്ടോ എന്ന് നബിയുനാ റസൂലുള്ളാഹ്. ആ സൈന്യത്തിന്റെ പ്രത്യേകത 2 എണ്ണമുണ്ട്. ഒന്ന്, ഈ സൈന്യം അറബികളല്ല. ആരാണ് ഇസ്ഹാഖ് നബിയുടെ മക്കൾ? ആരാണ് ഇസ്ഹാഖ് ഈ മക്കൾ? ബനു ഇസ്ഹാഖ്. അലാമ ഇബ്നു കസീർ തങ്ങൾ അടക്കമുള്ള ആളുകൾ എന്ത് വിവരണം ചെയ്തു എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇവിടെ ആയുധമില്ലാത്ത യുദ്ധമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന 2 ദിക്റുകളുടെ ഏറ്റവും ശ്രേഷ്ഠമായ മഹിതമായ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണിത്. അവിടെ ആ യുദ്ധത്തിൽ 70,000 ആളുകൾ സംബന്ധിക്കുന്ന യുദ്ധത്തിൽ വാളില്ല, പരിചയില്ല, പോർ വിമാനങ്ങളില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫഇദാ ജാഊഹാ, ആ സൈന്യം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് വന്നാൽ ലം യുഖാതിലൂ ബിസിലാഹിൻ. ഞാൻ ഈ അറബി ഇങ്ങനെ ഓതുന്നത് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. അത് വായിലൂടെ പറയുന്നത് ഒരു ബർക്കത്താണ്. നിങ്ങൾ വിചാരിക്കണ്ടേ ഈ സ്ഥലം എന്നാ പിന്നെ അർത്ഥം പറഞ്ഞാ പോരെ, അർത്ഥം പറഞ്ഞാൽ പോരെ എന്ന് തോന്നുന്നുണ്ടാവുമായിരിക്കും അല്ലേ? പ്രയാസമുണ്ടോ? ഇല്ലല്ലോ. അറബി നമ്മുടെ ഭാഷയാണ്, നമ്മുടെ ഖുർആനിന്റെ കലാമാണ്. നബിതങ്ങൾ പറഞ്ഞ ഹദീസല്ലേ, തങ്ങളെ പറഞ്ഞത് നമ്മൾ നമ്മുടെ നാവിലൂടെ പറയാം. ഇതൊരു ബർക്കത്താണ്. അതിനുവേണ്ടിയാണ് വാക്കുച്ചരിച്ചിട്ട് അർത്ഥം പറയുന്നത്. സമയം നീണ്ടുപോവാണെന്നോ അതൊന്നും വിചാരിക്കരുത്. അവസാനിപ്പിക്കാൻ കഴിഞ്ഞു, കൂടുതലൊന്നുമില്ല. لا تقوم الساعة حتى يغزوها 70,000 من بني إسحاق. ബനു ഇസ്ഹാഖ്, ഇസ്ഹാഖി മക്കളിൽ നിന്ന് 70,000 ആളുകൾ എണ്ണം പറഞ്ഞു. സൈന്യത്തിന്റെ 70,000. ബനു ഇസ്ഹാഖുകളിൽ നിന്ന് 70,000 അവര് കോൺസ്റ്റാന്റിനോപ്പിളിനോട് യുദ്ധം ചെയ്യും. നഗരത്തിന്റെ ഒരു ഭാഗം കരയിലും ഒരു ഭാഗം കടലിലും. അവർ വരുമ്പോൾ ആയുധം കൊണ്ടല്ല യുദ്ധം ചെയ്യുന്നത്. വലം യർമൂ ബിസഹ്മിൻ, ഒരു അമ്പ് കൊണ്ടല്ല അവർ എറിയുന്നത്. ഇന്നമാ ഖാലൂ
70,000 ആളുകൾ നിന്നിട്ട് ആ നഗരത്തിലേക്ക് നോക്കിയിട്ട് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതാ പറയാ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 70,000 ആളുകൾ ഒരുമിച്ച് ഈ ഒരു വാക്ക് ചൊല്ലുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊന്ന് പറഞ്ഞു നോക്കൂ ഒരു ഉഷാറായിട്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. നമ്മൾ ആലോചിക്കണം ചൊല്ലുന്നതിന്റെ മുമ്പ്. ഒന്നുകൂടി പറയട്ടെ, ഒരു പ്രതിസന്ധിയിലാണ് നമ്മളെന്ന് ആലോചിക്കുക. നമ്മളൊരു സൈന്യത്തിന്റെ ഭാഗമായി നിൽക്കുകയാണെന്ന് ചിന്തിക്കുക. നമ്മുടെ മുമ്പിൽ ശത്രുക്കളുണ്ട്, പക്ഷേ നമുക്ക് ആയുധമെടുക്കാൻ പറ്റില്ല. നമ്മുടെ വിജയത്തിന്റെ സീക്രട്ട് പാസ്വേഡ് ഈ 2 വാക്കുകളാണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. എന്നിട്ട് ആ ഒരു നഗരത്തിന്റെ മുമ്പിൽ ചെന്ന് 70,000 ആളുകൾ ഒരുമിച്ചു നിന്നിട്ട് ഈ 2 ദിക്ർ ഘോരമായ ശബ്ദത്തിൽ ചൊല്ലുന്ന ആ ഒരു ഗാംഭീര്യത മനസ്സിൽ വെച്ചിട്ടൊന്ന് ചൊല്ലി നോക്കൂ. ചൊല്ലി നോക്കല്ലേ, ഷറാക്കൂലേ? 8 ആള് പോണ ജാതക്കൊക്കെ എന്താ വച്ചാന്ന നാട്ടിലെ? ആകെ 8 ആളെ ഉണ്ടാവുള്ളൂ. കാഞ്ഞങ്ങാട് നഗരം തന്നെ പറക്കും. അപ്പോ നമ്മൾ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. ഒന്ന് ചൊല്ലില്ലേ ഉറക്കെ, നിങ്ങളെ സങ്കല്പിക്കുക. നിങ്ങൾ അവിടെ എത്തിയിരിക്കാൻ, നിങ്ങൾ 70,000 ജയിക്കണം. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. നിങ്ങൾക്ക് വിജയിക്കാനുള്ളൊരു കോഡ് സീക്രട്ട് വേർഡ് നബി തങ്ങൾ പറഞ്ഞു തന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒന്ന് ഉറക്കെ പറയല്ലേ. 3, 2, 1 ഗോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒന്നുകൂടെ പറ. ലാ ഇലാഹ. മാഷാ അല്ലാഹ്. 70,000 ആളുകൾ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ കരയിൽ വന്നിട്ട് ഈ ദിക്ർ അങ്ങ് ചൊല്ലുമ്പോൾ എന്ത് സംഭവിക്കും? ഫയസ്ഖുതു ജാനിബുഹല്ലദീ ഫിൽ ബഹർ. സമുദ്രത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആ ഭാഗം അങ്ങ് താഴ്ന്നു പോകുന്നു. അവിടെ അങ്ങ് വീഴുകയാണ്. മുസ്ലിമീങ്ങളുടെ മുമ്പിൽ അത് കീഴടങ്ങുകയാണ്. രണ്ടാമതവർ പറയും കരഭാഗത്ത് നിന്ന് വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് പറയുമ്പോഴേക്കും ആ കരയിലുള്ള ഭാഗവും കീഴടങ്ങുകയാണ്. ശത്രുക്കൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മൂന്നാമത് ഒരു തവണ കൂടെ ഈ സൈന്യം പറയും ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഫഇദാ ജാഊഹ الثالثة قالوا. മൂന്നാമതും അവിടെ വന്നവർ ചൊല്ലുമ്പോൾ ഫയുഫ്റജു ലഹും ഫയദ്ഖുലൂനഹാ. അവിടേക്ക് കടക്കാനുള്ള വഴി അല്ലാഹു തുറന്നു കൊടുക്കുകയും ആ കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിമീങ്ങളുടെ കൈകളിലേക്ക് വരികയും ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഇതൊരു രാജ്യം കീഴടക്കാൻ പോകുന്ന കൊലയാളികളാണ്, കൊലയാളി സംഘമാണ് മുസ്ലിമീങ്ങൾ എന്ന് മനസ്സിലാക്കാനല്ല. അന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടുകൾ ഈ പരുവത്തിലേക്ക് മാറും എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണങ്ങൾ നമ്മൾ പറഞ്ഞില്ല. എന്ത് കാരണത്തിനാണത് സംഭവിക്കുക എന്നറിയില്ല. അന്നത്തെ ചുറ്റുപാടുകൾ അതിനനുസരിച്ച് രാഷ്ട്രീയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവുകയും ഇങ്ങനെ ഒരു സംഘം അവിടെ വരികയും ചെയ്യും. മഹാനായ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിൽ വന്ന ബനു ഇസ്ഹാഖിന്റെ മക്കൾ അലൈഹിസ്സലാം ആരാണെന്ന് പറയുന്നു. ഹും സുലാലത്തുൽ ഐസ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബിയുടെ മകൻ ഐസ് എന്നവരുടെ മക്കളുടെ പരമ്പരയാണ്. അവരാണ് കോൺസ്റ്റാന്റിനോപ്പിളിൽ പോകുന്ന അറബികളെല്ലാം. വഹും മിനർ റൂമി സയുസ്ലിമൂന ഫീ ആഖിരി സമാൻ. ലോകാവസാനത്തോടടുക്കുമ്പോൾ യൂറോപ്യന്മാരിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്ന പുതുമുസ്ലിമീങ്ങളായിരിക്കും അവര് എന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. നോക്കണം, ഇത് മുസ്ലിം സൈന്യമല്ല, യൂറോപ്പുകാരാണ്. അവരൊക്കെ മുസ്ലിമായവരാണ്, അറബികളല്ല, ഇന്ത്യക്കാരല്ല. മുസ്ലിമീങ്ങളായ യൂറോപ്യരും അമേരിക്കക്കാരുമായ അവരിലെ മുസ്ലിമീങ്ങൾ അടങ്ങുന്ന 70,000 വരുന്ന സൈന്യമാണ് അവസാനത്തെ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയത്തിനും എത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫയഫ്തഹുല്ലാഹു ലക്കും. അല്ലാഹു നിങ്ങൾക്ക് അവിടെ വിജയം തരും. ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് മസ്ജിദുൽ അഖ്സ എന്നേക്കുമായി മോചിപ്പിക്കപ്പെടുന്ന ഇമാം മഹ്ദിയുടെ നേതൃത്വത്തിൽ മസ്ജിദുൽ അഖ്സാക്ക് വേണ്ടി നടക്കുന്ന മോചനത്തിന്റെ ഒരു യുദ്ധം. അത് ജൂതന്മാർക്കെതിരെയുള്ള പടയോട്ടമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ ലാ തഖൂമുസ് സാഅ
ലോകാവസാനം നടക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാം ഹത്താ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ്, മുസ്ലിമീങ്ങൾ ജൂതന്മാരുമായി ഒരു യുദ്ധം നയിക്കും. ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ അവരെ വധിക്കുക തന്നെ ചെയ്യും. കാരണം കോടാനുകോടി പാതകങ്ങൾ പേറിയാണ് ജൂതന്മാർ ഇന്നിവിടെ ഇസ്രയേലിൽ നടക്കുന്നത്. പിഞ്ചു മക്കളെയാണ്, 16ഉം 15ഉം വയസ്സുള്ള കുട്ടികളെയാണ് കണ്ണുമൂടി വെച്ച് വെടിയുതിർത്ത് കൊന്നുകളയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന പിഞ്ചു കുഞ്ഞിന്റെ വായ പോലും പൊത്തിപ്പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും പറയാൻ സമ്മതിക്കാത്ത ഗുരുതരമായ ക്രൂരമായ നമ്മുടെ സഹോദരിമാര് പെൺകുട്ടികളെ, ഇഷ്ടമുള്ള ആളുകളെ കൈപിടിച്ചങ്ങ് വലിച്ചുകൊണ്ടു പോകുന്നു. വേണ്ടത് ചെയ്യാൻ അള്ളാഹുവിന്റെ തീരുമാനം നടക്കാൻ പോകുന്നു. ഈ ക്രൂരതകളെല്ലാം ചെയ്തു കൂട്ടിയ ആളുകൾക്കെതിരെ ഒരു വിരനക്കാൻ ആളുകളില്ലാത്ത കാലം മുസ്ലിമീങ്ങളായ ആളുകളെ തന്നെയാണ് ഇവിടുത്തെ ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറയുന്ന ആളുകൾ കുത്തി നുറുക്കിക്കൊണ്ടിരിക്കുന്നത്, കൊന്നു ചുട്ടരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എവിടെയെങ്കിലും എന്നെങ്കിലും ഒരു നേരത്ത് ഇസ്രായേൽ സൈന്യം ചെയ്യുന്ന ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കാൻ ഈ ഇസ്ലാമിക സ്റ്റേറ്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നത് ഇത് മുസ്ലിമീങ്ങളുടെ സംഘമല്ല എന്ന് മനസ്സിലാക്കാൻ അത് മാത്രം മതി. മുസ്ലിമീങ്ങളുടെ രക്ഷയാണെങ്കിൽ പലസ്തീനിലെ പിഞ്ചു മക്കളെ കൊന്നൊടുക്കുമ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും ഒരു തിരിച്ചടി, ഇക്കാലം വരെ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ഭരണം വേണം എന്ന് പറയുന്ന ഈ കക്ഷികളിൽ ഏതെങ്കിലും ഒരു വിഭാഗം എപ്പോഴെങ്കിലും ഇസ്രായേലിനെതിരെ എന്തെങ്കിലും ഒരു യുദ്ധം നടത്തിയോ ഒരു മുന്നേറ്റം നടത്തിയോ? ഇല്ല. അവർ കൊല്ലുന്നതൊക്കെ ആരെയാ? മുസ്ലിമീങ്ങളെ തന്നെ. അവർ കൊല്ലുന്നത് മുസ്ലിമീങ്ങളെ, കൊന്നൊടുക്കുന്നത് മുസ്ലിം പെൺകുട്ടികളെ, പിഞ്ചു മക്കളെ, ചെറുപ്പക്കാരെ മുഴുവനും തല കമിഴ്ത്തി കിടത്തി, കൈകാലുകൾ പിടിച്ചു വെച്ച് കെട്ടിയിട്ട് നിരനിരയായി സഫായി കിടത്തിയിട്ട് ബുള്ളറ്റ് എടുത്തിട്ട് അവരുടെ തോക്കെടുത്തിട്ട് തലകൾക്ക് മീതെ നിറയൊഴിക്കുന്ന ക്രൂരത കാണിക്കുമ്പോൾ ഇസ്ലാമിനെതിരെ തീവ്രവാദം ആരോപിക്കുന്ന ആളുകൾ അറിയണം, ഈ കൂട്ടർ ഈ കൊല്ലുന്നത് മുസ്ലിമീങ്ങളെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഇസ്ലാമികമല്ല. ഐസിൽ എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ സിറിയ ആൻഡ് ലെബനൻ എന്ന് പറയുന്ന, ഇറാഖ് ആൻഡ് ലെബനൻ എന്ന് പറയുന്ന ഈ സംഘടന മുസ്ലിമീങ്ങളുടേതല്ല. മുസ്ലിമിന് അത് ചെയ്യാൻ കഴിയൂല, മുസ്ലിം ഈ പണി ചെയ്യൂല. മൻ ഖതല നഫ്സൻ, ഒരു ശരീരത്തെ കൊന്നാൽ, ഒരു മനുഷ്യനെ കൊന്നാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീആ, മനുഷ്യരെ മുഴുവനും കൊന്നതിന് തുല്യമാണെന്ന ഏറ്റവും വലിയ മനുഷ്യത്വത്തിന്റെ പ്രഖ്യാപനം ചെയ്ത മതമാണിത്. എന്നിട്ടാണോ നിസ്സാരമായി മനുഷ്യരെ ചുറ്റും അല്ലാതെയും കൊല്ലുന്ന ഈ നരനായാട്ട് ചെയ്യുന്നവർ? ഏത് ഖിലാഫത്ത്, ഏത് ഇസ്ലാമിക് സ്റ്റേറ്റ്? ലാ തമുത്തു ഇലൽ ഇസ്ലാമി ബിസ്വല, ഇവർക്ക് ഇസ്ലാമുമായി ഒരു ബന്ധവും ഇല്ല തന്നെ. ആഖിറു സമാനിൽ ഈ ക്രൂരതകൾക്ക് മുഴുവനും മറുപടി പറയാൻ ഇമാമുന മഹ്ദി തങ്ങളുടെ കാലശേഷം മഹാനായ റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ഈസ നബിയുടെ നേതൃത്വത്തിലാണ് ജൂതന്മാർക്കെതിരെയുള്ള ഈ യുദ്ധം നടക്കുക. ഹത്താ യഖ്തബി അൽ യഹൂദിയു വറാഅൽ ഹജരി വശജർ, അങ്ങനെ ജൂതന്മാർ പാറകളുടെയും വൃക്ഷങ്ങളുടെയും പിന്നിൽ പോയി മറഞ്ഞിരിക്കും. ഫയഖൂലുൽ ഹജറു വശജറു, എന്നിട്ട് കല്ലും വൃക്ഷങ്ങളും വിളിച്ചു പറയും, യാ മുസ്ലിമു, ഏ മുസ്ലിമേ, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസനെ, ഖൽഫി യഹൂദിയുൻ, ഒരു ജൂതൻ എന്റെ പിന്നിൽ ഇരിക്കുന്നുണ്ട്, തആല ഫഖ്തുൽഹു, അവനെ വന്ന് കൊന്നു കളഞ്ഞോളൂ എന്ന് വൃക്ഷങ്ങളും പാറക്കല്ലുകളും ബിൽഡിങ്ങുകളും വിളിച്ചു പറയും. ഇല്ലൽ ഗർഖദ്, ഗർഖദ് എന്ന മരമൊഴികെ, ഫഇന്നഹു മിൻ ശജരിൽ യഹൂദ്, അത് ജൂതന്മാരുടെ മരമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഒരത്ഭുതം കൂടെ പറയട്ടെ, ആ ഗർഖദ് എന്ന മരം, മില്യൺ കണക്കിന് മരം ഇസ്രായേൽ രാജ്യം ഇന്നവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മില്യൺ കണക്കിന് ഗർഖദ്. എന്തിന് ഗർഖദ് മാത്രം? എത്രയെല്ലാം മരങ്ങൾ ലോകത്തുണ്ട്. ആ മരത്തിൽ അവർക്ക് വിശ്വാസമുണ്ട്, ഇതവരെ രക്ഷിക്കുന്ന മരമാണെന്ന് നബി തങ്ങൾ പറഞ്ഞു. ശരി തന്നെ, ഗർഖദ് അവർക്ക് കൂട്ടുനിൽക്കും. ബാക്കി എല്ലാ മരങ്ങളും കല്ലുകളും മുസ്ലിമിന് അനുകൂലമായി മസ്ജിദുൽ അഖ്സയെ അല്ലാഹു മോചിപ്പിക്കുന്ന ഒരു യുദ്ധം അന്ത്യനാളിന്റെ ഏറ്റവും അടുത്ത സമയം മഹാനായ ഈസ നബി അലൈഹിസ്സലാമിന്റെ കരങ്ങളാൽ നടക്കുമെന്ന് കളവ് പറയാത്ത, സത്യമല്ലാതെ എന്റെ നാവിൽ നിന്ന് വരില്ല. അബ്ദുല്ലാഹി ഇബ്നു അംറേ, എഴുതിക്കോ എഴുതിക്കോ, ഞാനൊരു വെറും മനുഷ്യനല്ല, ഞാൻ അള്ളാന്റെ വഹിയുള്ള നബിയാണ്, ഞാൻ പറയുന്നത് സത്യമാണ്. അബ്ദുല്ലാ, എഴുതിക്കോ, എന്റെ ഹദീസ് എഴുതി വെച്ചോ എന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ എന്നവരോട് പറഞ്ഞ നമ്മുടെ മുത്തുകുമാൻ ഹബീബുനാ റസൂലുള്ളാഹ്. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ
واغفر لنا ما مضى يا واسع الكرم قولوا مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد سيد الأعراب والعجم محمد خير من يمشي على قدمي مولاي على حبيبك خير الخلق كلهم هو الذي تم معناه وصورته ثم اصطفاه حبيبا بارئ النسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ഒരു ഹദീസ് കൂടെ പറഞ്ഞു തരുന്നു നമുക്ക്. ലയബ്ലുഗന്ന ഹാദൽ അംർ, ഇസ്ലാമിനോട് ശത്രുതയും മുസ്ലിമീങ്ങളോട് വൈരാഗ്യവും വെച്ച് പുലർത്തുന്ന മുഴുവൻ ആളുകളും ഒന്ന് കേൾക്കാൻ തന്നെ. മുത്തുനബി തങ്ങൾ ചെവി തുറക്ക് കേൾക്കാൻ പറയുന്നു അവിടുത്തെ പരിശുദ്ധമായ വചസ്സുകളിലൂടെ. അസൂയ വെച്ചിട്ട് കാര്യമില്ല, ശത്രുത വെച്ചിട്ടും കാര്യമില്ല. ഇത് മുറിച്ചു കളയാൻ കഴിയുന്ന, നുള്ളിക്കളയാൻ കഴിയുന്ന ഒരു ദീനല്ല. ഇത് ലോകത്തെ പടച്ചവന്റെ മതമാണ്. ലയബ്ലുഗന്ന ഹാദൽ അംർ മാ ബലഗൽ ലൈലു വന്നഹാർ, എവിടെയെല്ലാം രാവും പകലും എത്തുമോ അവിടെയെല്ലാം എന്റെ ഈ ദീൻ എത്തുക തന്നെ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. 6 മാസം പകലും 6 മാസം രാത്രിയുമുള്ള ഫിൻലാൻഡിലും ഡെൻമാർക്കിന്റെ പരിസരങ്ങളിലും ഇന്ന് ഇസ്ലാം എത്തി എന്നുകൂടെ ചേർത്ത് വായിക്കുക. അവിടേക്കും ഇസ്ലാം എത്തി. മാ ബലഗൽ ലൈലു വന്നഹാർ വലാ യത്റുഖുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ ഇല്ലാ അദ്ഖലതുഹുല്ലാഹു ഹാദദ്ദീൻ. ഏതു സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും മുതലാളിയുടെയും വീട്ടിലേക്ക് ഈ മതം കടന്നു വരിക തന്നെ ചെയ്യും. ബിഇസ്സി അസീസിൻ, അഭിമാനത്തോടെ ഔ ബിദില്ലി ദലീൽ. എന്നാൽ ഒരുപക്ഷെ അവിടുത്തെ അവിശ്വാസികൾക്ക് അപമാനം വരുത്തി മുസ്ലിമീങ്ങൾക്ക് അഭിമാനം നൽകിയും ആവാം ആ വരവ്. അല്ലെങ്കിൽ ഒരാൾക്കും പ്രയാസമില്ലാതെ നാട്ടുകാരും കൂട്ടുകാരും എല്ലാം സ്നേഹത്തോടെ ശത്രുതയില്ലാതെ ഒരു രാജ്യമൊന്നാകെ, ഒരു പ്രദേശമൊന്നാകെ, ഒരാൾക്കൂട്ടമൊന്നാകെ ഈ മതത്തെ പുൽകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. രാവും പകലും എവിടെയൊക്കെ എത്തുമോ അവിടെയെല്ലാം ലയബ്ലുഗന്ന ഹാദൽ അംർ മാ ബലഗൽ ലൈലു വന്നഹാർ വസദഖ റസൂലുള്ളാഹ്. ആ വചനം സത്യമായി പുലർന്നിരിക്കുന്നു, അതിനെയും പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇഖ്ബാലിന്റെ ഒപ്പം നമുക്കും ഒന്ന് പാടാം. ഇസ്ലാം की फितरत में कुदरत ने लचक दी है, इस्लाम की फितरत में कुदरत ने लचक दी है, ये उतना ही उभरेगा जितना के दबाओगे. ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു ഒരു ഫ്ലെക്സിബിലിറ്റി വെച്ചിട്ടുണ്ട്. എത്ര നിങ്ങൾ അതിനെ ചവിട്ടി താഴ്ത്തുമോ അത്രത്തോളം അത് ഉയർന്നുകൊണ്ടിരിക്കും. നിശാനേ മർദ മുഅ്മിൻ, ഇത് മുഅ്മിനിന്റെ ജീവിതമാണ്, മുഅ്മിനിന്റെ അഭിലാഷമാണ്. സൃഷ്ടാവിനെ കാണാൻ കൊതിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ആത്മാവിഷ്കാരമാണ് ഈ ദീൻ. അവരുടെ ജീവവായുവാണ്, ജീവമന്ത്രമാണ്. जहां में अहले ईमान सूरज खुर्शीद जीते हैं, इधर डूबे उधर निकले, उधर डूबे इधर निकले. അതുകൊണ്ട് ലോകത്തെ വിശ്വാസികൾ സൂര്യനെ പോലെയാണ്. ഇധർ ഡൂബേ ഉധർ നിക്കലേ, ഇവിടെ അസ്തമിച്ചാൽ അത് അവിടെ ഉദിക്കുകയാണ്. നമുക്കിവിടെ കാസർഗോഡ് ജില്ലയിൽ സൂര്യാസ്തമയം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞു. ആ 4 മണിക്കൂറുകളോളം മിനിമം കഴിഞ്ഞു.
സൂര്യാസ്തമയം കഴിഞ്ഞ് 4-6 മണിക്കൂറായി, 6 മണിക്കൂറായല്ലേ? എന്നാൽ ഈ നേരം അസ്തമിച്ച സൂര്യൻ ഈ നേരത്ത് മറ്റൊരു രാജ്യത്ത് ഉണരുകയാണ്. ബ്രസീലിലോ അമേരിക്കയിലോ കാനഡയിലോ പ്രഭാതമായി കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രഭാതത്തിന്റെ പകലായി കഴിഞ്ഞ് നട്ടുച്ച നേരമായി അവിടെ.